എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ അറിയാം. ഞാൻ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ വേഗം പോയി ചെക്ക് ചെയ്യുക, എന്താണ് ആ ഹാപ്പി ന്യൂസ് എന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, നമ്മുടെ എക്സാം ഡേറ്റ് എന്താക്കി മാറ്റി എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഏതോ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് എന്തോ കിട്ടിയില്ല, അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനിയും താമസിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് ആ മെസ്സേജ് എനിക്ക് കമൻറ്റ് കണ്ടത്. സോ അന്നേരം ഞാൻ വിചാരിച്ചു, അയ്യോ പിള്ളേർക്കൊന്നും സമയം കിട്ടാണ്ട് എല്ലാവർക്കും ഒത്തിരി പേര് ഇതുപോലെ ഇല്ലെന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഒരു കമൻറ്റ് കൊടുത്തായിരുന്നു, മേ ബി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഈ എക്സാമിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റേ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കുന്നതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എക്സാം മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളിയായി. കാര്യം പെട്ടെന്നായിരുന്നു അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാൻ സമയത്ത് ഒരു 20 ദിവസം പോലും നമുക്ക് തരാണ്ട് ഒരു പെട്ടെന്നുള്ള ഒരു ചതി പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിനൊക്കെ ഇപ്പോൾ ഒരു സമാധാനമായില്ലേ. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അടിപൊളി. അപ്പം നമ്മുടെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 1 തീയതിയാണ്. സ്കൂളൊക്കെ തുറക്കുന്ന ദിവസം ആയിരുന്നു, പക്ഷേ ജൂൺ 1 തീയതി നമുക്കിനി സ്കൂളല്ല തുറക്കുന്നത്, നമ്മുടെ ക്ലീ എക്സാം നടക്കുന്ന ദിവസം അതാണ്. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 19 തീയതി വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഓഫീസുകളിൽ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ വിഷമിച്ചിരിക്കുകയാണ്, കറക്റ്റ് സമയത്ത് കിട്ടുമോ, 12 തീയതി 14 തീയതിക്ക് മുന്നേക്ക് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചവർക്ക് വേണ്ടിയിട്ട് 19 തീയതി വരെ സമയമുണ്ട്. സോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഗവൺമെൻറ് ഓഫീസിൽ പോവാണ്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് അല്ല അത് അവിടെ കിടക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആവാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കണം. കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമാണ് അവിടെ തെളിയുന്നത്. നമ്മൾ സർട്ടിഫിക്കറ്റ് എടുത്താൽ എപ്പോഴും നമ്മൾ സാർ അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ അവർക്ക് ഇപ്പോഴേ വേണ്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യമുള്ളത് അവർ ചെയ്തു പോകും, നമ്മുടെ അവിടെ കിടക്കും. സോ നിങ്ങളുടെ അത്യാവശ്യം എന്താണ്? 19 തീയതി അല്ല 18 തീയതി മുന്നേ സർട്ടിഫിക്കറ്റ് ഇട്ടില്ല നമുക്ക് 18 തീയതി പോയി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 19 തീയതി 5 മണി വരെ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോഴേ കഴിഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 19 തീയതി 5 മണി കഴിഞ്ഞ് സൈറ്റ് എങ്ങനെ ബിസി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും. സോ 18 തീയതി തന്നെ പരിപാടി അവസാനിപ്പിച്ചോളാം. അപ്പം ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യമാണ്, എമർജൻസിയാണ്, എഡ്യൂക്കേഷൻ പർപ്പസ് ആണെന്ന് തന്നെ പറയണം. നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ഓരോ ദിവസം പോകുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സോ നിങ്ങൾ വീട്ടിൽ അപ്ലൈ ചെയ്തിരിക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി അച്ഛനെയൊക്കെ കൂട്ടി ഒന്ന് പോയിട്ട് അല്ലെ അമ്മയൊക്കെ കൂട്ടി ഒന്ന് പോയിട്ട് അത് അന്വേഷിക്കുക. അത് എളുപ്പം തന്നെ കിട്ടണം, 10 തീയതിക്ക് മുന്നേ കിട്ടണം എന്നൊക്കെ കള്ളം പറയണം. കാര്യം എന്നാലും നമുക്ക് കിട്ടത്തുള്ളൂ 12 തീയതിയെങ്കിലും. സോ അതാണ്, അതുപോലെ തിരക്കുണ്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ. അപ്പം നമ്മളത് മനസ്സിലാക്കാം. ഓക്കെ, സോ എല്ലാവരും ഇതിലുപരി സന്തോഷമായിട്ടിരിക്കുന്നത് എന്താണ്? 18 തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് ഉണ്ടായിരുന്നു, 18 ദിവസം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പഠിക്കാൻ അല്ലേ. ഈ 18 ദിവസത്തിൽ നിന്ന് നമുക്ക് അന്ന് മുതൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 24 ദിവസം നമുക്ക് കിട്ടും. ഇനിയല്ല, ഇന്ന് തൊട്ട് കൂട്ടുമല്ല, ആ 18 ദിവസം നമ്മൾ ഡിക്ലെയർ ചെയ്ത സമയമുണ്ടല്ലോ, എക്സാം ഡിക്ലെയർ ചെയ്ത ഫസ്റ്റ് ടൈം, അന്ന് തൊട്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് 24 ദിവസത്തെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ. നമ്മുടെ മുൻപിൽ ഇനി 20 ദിവസം ഉണ്ട്. 20 ദിവസം മാത്രമേ ഉള്ളൂ. 18 ദിവസം ആയിരുന്നു നമ്മുടെ. ഞാൻ ആ 18 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളും സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ പോയി കാണുക. സോ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എത്ര ദിവസമായിരുന്നു? 18 ദിവസമായിരുന്നു അല്ലേ. സോ ഈ 20 ദിവസമേ ആയിട്ടുള്ളൂ. 20 എന്ന് പറഞ്ഞാൽ 20 അയ്യോ 18, ഇത് രണ്ടുമാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. സോ അല്ല, 18 ദിവസത്തിൻ്റെ കൂടെ 2 ദിവസം കൂട്ടി കിട്ടിയെന്നേ ഉള്ളൂ. സോ നിങ്ങളിപ്പം ഈ 18 ദിവസം ഞാനിട്ട് ഈ വീഡിയോയിൽ ആ 18 ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും അതിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈഡ് കാര്യങ്ങളെല്ലാം ഞാൻ സെക്ഷൻ വൈസ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കിടക്കാൻ കാണുക. നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണാൻ മറക്കരുത്. സോ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 ദിവസമുള്ളെന്ന്. നമുക്ക് 20 ദിവസമുണ്ട്, 2 ദിവസം മാത്രമേ കൂട്ടി കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ടൈം ടേബിൾ തന്നെ അങ്ങ് പഠിച്ചേച്ചാൽ മതി. പിന്നെ ബാക്കി 2 ദിവസമുള്ള നമുക്ക് റിവൈസിന് വേണ്ടി എടുക്കും. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് അതുപോലെ തന്നെ എക്സാമിന് ഒരു ആഴ്ച മുന്നേ നിങ്ങൾ എന്തായാലും യൂട്യൂബ് ചാനലുകളും ഒരുപാട് യൂട്യൂബ് ചാനൽസ് സ്റ്റിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലൈവ് സെക്ഷൻസുകൾ. സോ യൂട്യൂബിൽ അപ്പം നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് അത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണുക. അതുപോലെ തന്നെ എക്സാം എടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ എന്തായാലും ഒരുപാട് യൂട്യൂബ് ചാനൽമാർ കുറേ ലൈവ് സെക്ഷൻസ്, കുറേ ലൈവുകൾ പോകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. സോ എല്ലാവരും ഒരു ലൈവ് പോലും ഇന്നത്തെ ലൈവ് കണ്ടു നാളെ ഇനിയും കാണണ്ട അങ്ങനെ പറഞ്ഞിരിക്കാണ്ട് ഒരു ലൈവും വിടാണ്ട് എല്ലാം മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം ലൈവുകളും നിങ്ങൾ കണ്ടക്ട് ചെയ്യുക, കാണുക. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. നോട്ട് കംപ്ലീറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. കാര്യം ആ നോട്ട്ബുക്ക് നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുന്നേ ഒന്ന് വായിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് മക്കളെ നിങ്ങളുടെ തലയിൽ നിൽക്കുക. സോ നോട്ട് ചുമ്മാ ഓക്കെ ഈ ലൈവ് കണ്ട് അങ്ങ് വിടാം, അങ്ങനെയല്ല. ലൈവ് കാണുന്നതനുസരിച്ച് പ്രോപ്പർ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ അങ്ങനെയൊക്കെയാണ്
കാര്യങ്ങൾ. അപ്പോൾ ലൈവിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ലൈവ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണുക. അതേപോലെ തന്നെ ഈ 18 ഡേയ്സ് ടൈം ടേബിളിലൂടെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ഈ ഒരു 2 ദിവസം നമ്മുടെ ചെറിയൊരു ആശ്വാസം മാത്രമായിട്ടുള്ളൂ. നമ്മൾ എന്നാലും എന്താ നമ്മൾ ചെയ്യേണ്ടത്? പഠിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാണ്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? LLB എടുക്കുക, ലോയർ ആകുക, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി പരിശ്രമിക്കുക ചെയ്യേണ്ടത്. നമുക്ക് ഒരു ചാൻസും കൂടെ നമ്മുടെ ലൈഫിൽ കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഈ ഒരു 20 ദിവസവും കൊണ്ട് നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ലൊരു റാങ്ക് വാങ്ങിച്ച്, ചിലപ്പോൾ പെട്ടെന്ന് ഗ്യാദർ ചെയ്ത്, ചിലപ്പോൾ പെട്ടെന്നെല്ലാം ഗ്യാദർ ചെയ്ത് എല്ലാം ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളാണോന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. എന്നാൽ പോലും നിങ്ങൾക്ക് പ്രൈവറ്റിൽ മെറിറ്റ് സീറ്റിൽ റിസർവേഷൻ ത്രൂ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് നിങ്ങളായിട്ട് കളയണോ? വേണ്ട. സോ അപ്പം അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മര്യാദയ്ക്ക് അങ്ങ് പഠിച്ചാൽ മതി. വേറെ ഒരു പ്രശ്നവും ഞാൻ നോക്കിയിട്ടില്ല. ഈ ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുക, ലൈവ് സെക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യുക, നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താ? പഠിക്കുക എന്നുള്ള. സോ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് പഠിക്കാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ ഈ ലോകത്ത്? അതുകൊണ്ടാണോ നമുക്ക് ഈ ഇത്രയും വലിയ ടോപ്പിക്കുകൾ തന്നത്? നമുക്ക് പറ്റുമെന്നുള്ളതാണ് നമുക്കത് സിലബസ് ആയിട്ട് തന്നത്. സോ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ചിലവരൊക്കെ എന്താ ഭയങ്കര ബേസ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. കുഴപ്പമില്ല, ബേസ് ലെവൽ ആയിക്കോട്ടെ. നിങ്ങൾ ചിലപ്പോൾ കേൾക്കാത്ത വാക്കുകളൊക്കെ നിങ്ങൾ ഈ ഗൈഡിൽ കേട്ടു എന്നിരിക്കും. കുഴപ്പമില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടല്ലേ മുന്നോട്ട് വന്നത്. ജനിച്ച് വീണപ്പോഴേ നമ്മൾ ABCD ഫുള്ള് പഠിച്ചിട്ടാണോ വന്നത്? ഒരിക്കലും അല്ല. നമ്മൾ നഴ്സറിയിലും അതുപോലെ 1ലും 2ലും ഒക്കെ പോയി പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ നിമിഷം വരെ ഞാൻ പോലും ഇവിടുന്ന് സംസാരിക്കുന്നത്. സോ ഓരോന്നും നമ്മൾ ഓരോ സമയത്ത് പഠിച്ച കാര്യങ്ങളാണ്. സോ ഇതും നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളും നന്നായിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെ പറഞ്ഞിരിക്കാണ്ട് കോച്ചിങ്ങിന് പോകുന്നുള്ളവരാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം എന്താണെന്ന് പറയുക, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ സെൽഫായിട്ട് അവർ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു പോകും. കോച്ചിങ്ങിന് പോകുന്നവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ ക്ലാസ് കേൾക്കണം, ക്ലാസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, ക്ലാസ് കഴിഞ്ഞിട്ടേ അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പ്രോപ്പറായിട്ട് അവർക്ക് അവരുടെ സമയം കണ്ടെത്തി പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർ എൻ്റെ ടൈം ടേബിൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അത് വിട്ടേക്ക്. നിങ്ങൾക്ക് കോച്ചിങ്കാരൊക്കെ ഒരു 3 മണി വരെയൊക്കെ ക്ലാസ് വെക്കുന്നവരുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ കോച്ചിങ്ങുകാരൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പെൻഡിങ് ഒക്കെ ഉള്ളത് ആ 2 ദിവസം കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. നമുക്ക് 20 ദിവസമായിട്ട് ഇപ്പോൾ മാറ്റി കിട്ടിയെങ്കിൽ കൂടി പഠിക്കാൻ നമുക്ക് 20 ദിവസം ഉണ്ടെങ്കിലും നമ്മൾ ആ 2 ദിവസം ബാക്കി 18 എന്നുള്ള കണക്ക് തന്നെ ഇരുന്നോട്ടെ. 2 ദിവസം നമുക്ക് പെൻഡിങ് ഉള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ നമ്മൾ വിട്ടുപോയതൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നോർമലി ഈ വീഡിയോയിൽ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഓരോ കാര്യങ്ങളും ഇൻഡെപ്തിൽ നമ്മൾ ഇങ്ങനെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്നും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കാണാം. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. കൂടാതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. കാര്യം എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും കാര്യങ്ങളിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ, നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഇൻസ്റ്റഗ്രാമിലായാലും കമൻറ്റ് ബോക്സിലായാലും ഞാൻ മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനിയും അത് തുടരുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. കാര്യം ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഒരു സമയത്ത് ഞാനൊരു ക്ലിയർ ആസ്പിറൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് കമൻറ്റ് ബോക്സുകളിൽ എൻ്റെ ഓരോ കമൻറ്റ് സ്റ്റിൽ കിടപ്പുണ്ട്. സഹന, ഒരുപാട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ വീഡിയോസിലൊക്കെ എൻ്റെ കമൻറ്റ് ഉണ്ടായിരിക്കും. സോ ഒരുപാട് സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങാനുള്ള കാരണം. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ, മെയിൻലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഓരോ വീഡിയോസ് നാളെ ആയാലും ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനും പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും സബ്സ്ക്രിപ്ഷൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്നെയും ഹെൽപ്പ് ചെയ്യും. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞാൽ ഒരു Q&A നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ Q&A എന്ന് പറഞ്ഞാൽ ലോ ബേസ്ഡ് ആണ്, ക്ലീ ബേസ്ഡ് ആണ്, എൻ്റെ LLB ജേണി എന്തായിരുന്നു, അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ എന്താണ്, അങ്ങനെ എല്ലാം കൊണ്ടുമുള്ള ഒരു Q&A ആണ്. അതല്ല നിങ്ങൾക്ക് ലോ മാത്രം മതി, അല്ലെങ്കിൽ ക്ലീ മാത്രം മതി, ക്ലീനെ പറ്റി മാത്രം Q&A ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഭൂരിഭാഗം ആരാണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നുള്ളത് അങ്ങനെ ചെയ്യാം. ലോ വേണോ, ക്ലീ വേണോ, അതോ എൻ്റെ എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള വേണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കമൻറ്റിൽ അറിയിച്ചാൽ മതിയായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ Q&A ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ടാഗിൽ ഒരു പോസ്റ്റ് ഇടാം. ആ പോസ്റ്റിനടിയിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഇട്ടാൽ മതി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അതൊരു 10 കമൻറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. സോ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ Q&A ചെയ്തിട്ടുണ്ട് ക്ലീൻ്റെ സമയത്ത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ആ Q&A. അതുപോലെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ചേട്ടാ.